അങ്ങനെ അറിയുന്നു ചേട്ടായി പ്രൈസ് ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങളുടെ IPC എബനേസർ POP ടീമിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഈ വൈകിട്ട് നമുക്കിങ്ങനെ ഒരു മീറ്റിംഗ് കൂടുവാൻ ദൈവം കൃപ ചെയ്തു. അനേക പ്രതിസന്ധികൾ ഇതിൻ്റെ ബേക്കിലുണ്ട്. മഴയുടെയും കാറ്റിൻ്റെയും വൈദ്യുതി പ്രശ്നങ്ങളും നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഈ മീറ്റിങ്ങിൽ കൂടുവാൻ ദൈവം സഹായിച്ചു. അതിന് ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇനി ആദ്യം മുഖവര പറഞ്ഞ് എൻ്റെ ടൈമൊന്നും കഴിയുന്നില്ല. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായി നമ്മുടെ ഇവിടെ IPC എബനേസർ ചർച്ചിൻ്റെ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോയ് TVയെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത സമയം മുതൽ ഇതുവരെയും നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരുന്നു. കാലാവസ്ഥകൾ ഒക്കെ നമുക്ക് വളരെ പ്രതികൂലമായിരുന്നെങ്കിലും ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, അനുഗ്രഹിച്ചു. തുടർന്ന് അധിക സമയമൊന്നും എടുക്കാതെ നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഓൺലൈനിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് എല്ലാവരും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും അനേക പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്യുവാനായിട്ടുണ്ട്. എല്ലാവരും കടന്നു വരേണ്ടതിന് വേണ്ടിയിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. IPC എബനേസർ PYPയുടെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ തന്നെ ഈ സോണലിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിരിക്കും. സോണലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോബിൻ K. ജോൺ അവരുകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ മലബാറിലുള്ളതായ എല്ലാ സെൻട്രൽ പാസ്റ്റേഴ്സ്, PYPയുടെ പ്രവർത്തകർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിയാൽ നമ്മുടെ അതിഥിയായിട്ട് കടന്നു വന്നിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ ബ്ലസൻ മേമന അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള സമയങ്ങളിൽ ലീഡ് ചെയ്യും, നമുക്ക് വേണ്ട നല്ല ആലോചനകൾ നൽകി തരും. അതുപോലെ സഞ്ജു T. കുര്യൻ അവരുകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ കർത്താവെ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ PYPയുടെ ഒരു പ്രോഗ്രാമായിട്ട് ഇപ്രകാരം കടന്നു വരുവാൻ, ഈ ഓൺലൈനിൽ കൂടെ കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവെ, ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും നേരിടുമ്പോൾ പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോവുകയാണല്ലോ. കാലവർഷത്തിന്റെ കെടുതി, ഉരുൾപൊട്ടല്, അതുപോലെ കർത്താവ് വിമാന അപകടങ്ങൾ, അതുപോലെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഈ ഭാരത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഞങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും അവസ്ഥയിൽ അവരെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ദൈവവചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവെ, അങ്ങേ ആരാധിക്കേണ്ട വണ്ണം ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തേണ്ടത് പോലെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ളതായ PYPയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ വയനാട് സോണലിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
മലബാർ PYPയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്നിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാർ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും വിദൂരതയിലും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. മറ്റ് യാതൊരു വിധത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളും ഒന്നും കൂടാതെ വണ്ണം ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ആശ്വാസവും വിടുതലുമായി തീരുവാൻ എൻ്റെ ദൈവം അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മീറ്റിംഗിൽ കടന്നുകൊണ്ടുള്ള ഓൺലൈനിൽ കടന്നുകൊണ്ടുള്ള എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ IPC എബനേസർ ചർച്ച് PYPയുടെ കീഴിൽ നടത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ 1-2 മാസം മുമ്പ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് ഇതുപോലെ നടത്തിയിരുന്നു. അത് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ നമ്മളെ ആഗ്രഹിച്ചത്. നമ്മൾ ഇതിന്റെ ഗസ്റ്റായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന നമ്മളെ ബ്ലസൻ മാമിനെ അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ വിളിക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന 1-2 ആൾക്കാർ നമ്മളോട് പറഞ്ഞു. മലബാർ മേഖലയെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ദേവദാസനാണ് അദ്ദേഹം. നമുക്ക് വേണ്ടി ടൈം ചെലവഴിക്കാൻ തയ്യാറാവും എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതിനൊരു ടൈം നമുക്ക് വേണ്ടി തന്നു. ദൈവം കൂടുതലായിട്ട് അദ്ദേഹത്തെ സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ അനേക ദേവദാസന്മാർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിന്റെ സെൻട്രൽ പാസ്റ്റർ പാസ്റ്റർ തോമസ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ PYP മലബാർ സോണൽ പ്രസിഡന്റ് പാസ്റ്റർ ജോബിൻ K. ജോൺ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ PYPന്റെ സോണൽ സെക്രട്ടറി ബ്രദർ സന്ദീപ് വളമ്പണ്ടം. അങ്ങനെ മറ്റ് നമ്മുടെ ഈ വയനാട് ഡിസ്ട്രിക്റ്റിലും എല്ലാം പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളും PYP എല്ലാ അംഗങ്ങളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ മീറ്റിങ്ങിൽ ആരംഭിക്കുന്നതിന് ബ്ലസൻ മാമിലേക്ക് കൈമാറുന്നതിന് മുമ്പ് നമുക്കൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് നമുക്ക് പാടി കൈകളെ അടിച്ച് ദൈവത്തെ ആരാധനയ്ക്ക് ശേഷം നമുക്ക് മറ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. എല്ലാവർക്കും അറിയുന്ന യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദൈവം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും കൈകളെ അടിച്ച് നമുക്ക് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യഹോവയ്ക്കായി കാത്തല്ലോ അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം
സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാട്ടുകൾ പാടുവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ മീറ്റിംഗിൽ ഓൾറെഡി നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞു. ഡോക്ടർ മേമന അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് സമയം ചെലവഴിച്ചതിന്, നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് അദ്ദേഹത്തിൻ്റെ അവിടെ നാട്ടിലും പല പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഴയും കാറ്റും വൈദ്യുതിൻ്റെ ഒക്കെ നമ്മൾ വാർത്തയിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ നടുവിലും നമുക്ക് വേണ്ടി ഈ സമയം, അതുകൂടാതെ ഇപ്പം ഈ സമയം COVID-19 സമയത്ത് അനേക ഓൺലൈൻ മീറ്റിങ്ങുകൾ സമയമില്ലാതെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അദ്ദേഹം വേർതിരിച്ചതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി തന്നെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും കൈകളി അടിച്ച് നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. കാര്യങ്ങൾ മുന്നോട്ട്, ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. Thank you. Thank you, brother. Thank you so much. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹീത സമയം അല്പം വിദൂരതയിലാണെങ്കിലും നിങ്ങളെ മാധ്യമത്തിലൂടെ കാണുവാൻ കർത്താവ് തന്ന സാക്ഷ്യത്തോടും അനുഭവത്തോടും പാട്ടുകളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാനും കൃപ ചെയ്ത ദൈവത്തിന് ഈ അനുഗ്രഹീത സമയം ഞാൻ എല്ലാ ആരാധനയും പുകഴ്ചയും വളരെ നന്ദിയോടെ തൃപ്പാദത്തിൽ അർപ്പിക്കും. പ്രത്യേകമായി മീറ്റിങ്ങിന് വേണ്ടി വളരെ അധ്വാനിക്കുകയും മുൻകൈ എടുക്കുകയും ചെയ്ത പ്രിയ ചർച്ചിനെ ഞാൻ ഏറെ നന്ദിയോടെ ഈ സമയം വന്ദനം ചെയ്യുന്നു. ടീം PYP IPC എബനേസർ ചർച്ച് ചെറ്റപ്പാലം പുൽപ്പള്ളിയിലെ പ്രിയ ചർച്ചിന് ദൈവം അങ്ങനെ ഒരു ദർശനം കൊടുത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ചർച്ചിന് നേതൃത്വം നൽകുന്ന ദൈവദാസൻ, എൽഡേഴ്സ്, PYP ലീഡേഴ്സ് എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകമായി ഞാൻ മനസ്സിലാക്കുന്നു കർത്താവിൽ ഏറെ ബഹുമാന്യരായ ദേവദാസന്മാർ പാസ്റ്റർ ജോയ് ടിവിയോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുന്നു. പ്രത്യേകമായി ആരംഭത്തിൽ ഞാൻ അറിഞ്ഞതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റിനെ നേതൃത്വം നൽകുന്ന പാസ്റ്റർ തോമസ് സഹോദരൻ, അതുപോലെ ഈ സോണിൽ അനുഗ്രഹീതമായി PYPക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജോബിൻ ജോൺ അവர்கள், അതുപോലെ ബ്രദർ സന്ദീപ്, എല്ലാ യൂത്ത് ലീഡേഴ്സിനെ, എല്ലാ പാസ്റ്റേഴ്സിനെ, വളരെ ബഹുമാന്യരായ ഒത്തിരി അഭിഷേകന്മാരുണ്ടല്ലോ, വന്ദനം ചെയ്യുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനെ സമയം വേർതിരിക്കുകയും ഇന്ന് ഇങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ യങ്സ്റ്റേഴ്സിനും, എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഒത്തിരി അഭിനന്ദിക്കുന്നു. യെസ്, ഞാൻ കാണുന്നു കുറച്ചു പേര് വളരെ അപ്പായുടെ അമ്മയുടെ ഒക്കെ കൂടിയിരിക്കുന്ന കുറച്ചു പേരെ കാണുന്നു. നിങ്ങൾ ചിലരുടെ മുഖം ഞാൻ കാണുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതാത് ഇടങ്ങളിൽ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. ചിലർ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുന്ന ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ ഇന്ന് പ്രിയ ജോബിൻ ബ്രദറിനോട് ഫെബിൻ ബ്രദറിനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെയാകുമെന്ന് ഉള്ള ഒരു ഭയം, ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും
നമുക്ക് ദൈവം തന്ന ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ തീരുമാനിച്ചതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടത്തും നിങ്ങൾ സുരക്ഷിതരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും വളരെ പ്രാർത്ഥനയോടെയാണ് ഈ വൈകുന്നേരം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. ഒരു മീറ്റിങ്ങിനേക്കാൾ ഉപരി ഒരുമിച്ച് നമുക്കൊന്ന് ഹൃദയം തുറക്കാനും ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷ കഴിക്കാനും. വചനം ഇങ്ങനെ പറയുന്നത്, എല്ലാ അപേക്ഷകളും പ്രാർത്ഥനകളും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ നമുക്ക് സ്തോത്രത്തോടെ ഗാനങ്ങളോടെ നമുക്ക് ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ പറയാം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുമ്പാകെ ഞാൻ ആയിരിക്കുന്നതിന് പിന്നിൽ ഒരു ദൈവിക ഇടപെടലിന്റെ അനുഭവമുണ്ട്. ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി ആയി കോളേജ് ലൈഫിന്റെ അവസാന വർഷത്ത് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ തൊട്ട ഒരു ദിവസമുണ്ട്. അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടെ സമർപ്പിച്ചു. എൻ്റെ ഭാരം ചുമക്കുന്ന എൻ്റെ നല്ല കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളെക്കാൾ ക്രിസ്തീയ പാരമ്പര്യത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്നെ യേശു കർത്താവിന്റെ മുമ്പാകെ എന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയ ചർച്ചിനോട്, ദൈവദാസനോട്, കുഞ്ഞുങ്ങളോട്, കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഈ ആരംഭ സമയം ആ സാക്ഷി തന്നെ ഷെയർ ചെയ്യട്ടെ. ഈ പാട്ട് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്, ആരംഭമാണ്. സുഖമുള്ള കാലത്ത്, കണ്ണുനീരിന്റെ നേരത്ത്, യേശുവേ നീ മാത്രം മതി. നമുക്ക് ഈ നല്ല സമയം അങ്ങനെ ഒന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കി പറയാം, പാ ആശ്രയം ചൊല്ലുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, യേശു. സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്ത്, കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കുഞ്ഞുങ്ങൾ എന്നോട് ചേർന്ന് സുഖമുള്ള കാലത്ത്, കണ്ണുനീർ നേരത്തും. യെസ് അപ്പാ, ഞങ്ങളുടെ സാക്ഷ്യമാണ്. കഴിയുമെങ്കിൽ കാലമൊക്കെ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു. യേശു എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. യേശു എന്റെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഒന്നിച്ചു പറഞ്ഞു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. മോനെ, മോളെ, യേശു കർത്താവിന്റെ വാഗ്ദത്തം അതാണ്. He will not leave you. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറില്ല. യേശു മാറുകില്ല. സുഖമുള്ള കാലം, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. സാക്ഷ്യം പറയുന്നത് പോലെ എന്ന് പറഞ്ഞു, അപ്പാ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും. താവേ, ഹൃദയങ്ങളെ നിങ്ങളുടെ ശക്തിയാൽ ധൈര്യപ്പെടുത്തണമേ. യേശുവേ, യേശു എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ. വിശ്വസിച്ച് പാടി, യേശു എന്റെ പ്രാണം, എന്റെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ.
സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. അപ്പാ, സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. മനസ്സ് തുറന്നു പറഞ്ഞു. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നു, എന്നെ നന്നായി അറിയുന്നവൻ യേശു എന്ന് പറഞ്ഞു. യേശു സുഖമുള്ള കാലം, സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. ധൈര്യമായി പാടിക്കും മക്കളെ. സുഖമുള്ള കാലം. യെസ് ലോർഡ്. ഈ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് മാതാപിതാക്കൾ ആത്മാവിൽ ഹൃദയങ്ങളിൽ ധൈര്യമായി വിളിച്ചു എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. എന്റെ പ്രാണൻ, എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലം, സുഖമുള്ള കാലം കണ്ണുനീർ നേരം യേശു മാത്രം മതി. അപ്പാ, സുഖമുള്ള കാലം കണ്ണുനീർ നേരം ഏത് നേരത്ത് ഏത് സാഹചര്യത്തിലും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അപ്പൊ അങ്ങ് മതി, അങ്ങ് മതി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സുഖമുള്ള കാലം കണ്ണുനീരിന്റെ നേരത്ത് എനിക്ക് എന്റെ യേശുവാണ്. സുഖമുള്ള കാലത്ത് നമ്മൾ സഭാ ഹാളിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ആരാധിക്കുന്നത് തന്നെയാണ് നമുക്കിഷ്ടം. കർത്താവ് വാതിലുകൾ തുറക്കുമ്പോൾ അതുപോലെ ആരാധനയ്ക്ക് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം മടക്കി തരട്ടെ. പക്ഷെ എപ്പോഴും എല്ലാ കാലവും ഒരുപോലെ ഇരിക്കുകയില്ല. നമുക്കറിയാം, കഴിഞ്ഞ 3-4 മാസങ്ങൾ ഹല്ലേലൂയ ലോകമെമ്പാടും കണ്ണുനീരിന്റെ നേരമാണ്. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ മലയാളിക്കരയിൽ നമ്മൾ ആരംഭത്തിൽ കേട്ടതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ. ഇന്ന് മീറ്റിംഗ് നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ വിങ്ങലുണ്ട്, വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സൊന്ന് തുറക്കാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിന്റെ പാദപീഠം മതി നമുക്ക്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് യേശു മാത്രം മതി. ഹല്ലേലൂയ. വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തും അവിടെ കടന്നു വന്നു. പുൽപ്പള്ളി, അതുപോലെ ബാണാസുര, കബനി നദിയൊക്കെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ അന്ന് കണ്ട കബനി നദിയെ അല്ല കാണുന്നത്. യെസ്, സാഹചര്യങ്ങൾ കലങ്ങി മാറി. കഴിഞ്ഞ ഇടങ്ങളിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മീനങ്ങാടിയിലൊക്കെ PYPയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. സാഹചര്യങ്ങൾ മാറും, പക്ഷെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. കർത്താവിന്റെ സ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ല. പലതും കലങ്ങി മറിയുമ്പോഴും അവിടുത്തെ ദയ നമ്മളോടൊപ്പം ഉണ്ടെന്നൊന്ന് വിശ്വസിച്ചൊന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം, ഇത് തന്നെയാണ് നാം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഹല്ലേലൂയ. മാനുഷികമായി ഭയപ്പെടുവാൻ ഏറെ ഉണ്ടെങ്കിലും വചനം ഇങ്ങനെ പറയുന്നത്, നാം ഭയപ്പെടുകയില്ല. കാരണം വേറൊരു നദി, അത് ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ആനന്ദത്തിന്റെ മറ്റൊരു നദിയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ആനന്ദം നമ്മളിൽ പകരുന്ന ആ നദിക്കായിട്ട് നമുക്കൊന്ന് നന്ദി പറയാം. ഈ ഉച്ച കഴിഞ്ഞ സമയവും ആ ആനന്ദ നദി നമ്മളെ കുടിപ്പിക്കുന്ന നല്ല കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, യങ്സ്റ്റേഴ്സ്, ലിസൺ ദിസ്. യു ഹാവ് എ റിവർ ഓഫ് ജോയ്. ആനന്ദത്തിന്റെ ഒരു നദി. മനുഷ്യനതില്ല, കടയിൽ വാങ്ങിക്കാനില്ല.
മറ്റെങ്ങും ഇത് കിട്ടുകയില്ല. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ അതിലുള്ളതിനാൽ നമുക്കൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രിയ ഫെബിൻ ബ്രദർ ഷെയർ ചെയ്തപ്പോ അയച്ച വീഡിയോയിൽ നിങ്ങൾ കേട്ട പാട്ട്, യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, അതൊന്നുകൂടെ പാടുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് ക്രമീകരണങ്ങളൊക്കെ ചെയ്തവർ, ഞാൻ വിശ്വസിക്കുന്നു ഈ ആരംഭ സമയം തന്നെ ആ സാക്ഷ്യം ഒന്ന് പാടുവാൻ നമുക്ക് ദൈവം മുഖാന്തരം തരികയാണ്. ഹല്ലേലൂയ. എന്റെ യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. വെള്ളം ഇരച്ച് കലങ്ങുമ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല, എന്റെ യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കരമുയർത്തി പറഞ്ഞേ, യേശുവേ പോലെ സ്നേഹിക്കാൻ ഇല്ല. അനുഭവമുള്ള മാതാപിതാക്കളും കൂടെ ചേർന്ന്, എന്റെ യേശുവേ പോലെ കരുതാ വേറെ ആരുമില്ല. അപ്പൊ ആ നന്ദി, ആ ഉറപ്പിനായി നന്ദി. ഇപ്പോൾ ഞങ്ങളെ ആ ആനന്ദ നദി കൊണ്ട് ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ഈ പകൽ സമയം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ആയിരിക്കുന്ന ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് മാതാപിതാക്കൾ കരങ്ങളെല്ലാം ഒന്ന് തട്ടി അല്പസമയം ചേർന്ന് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഹൃദയം തകരുമ്പോ, ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ. മനസ്സ് നുറുങ്ങും, മനസ്സു തളർന്നിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ. യേശു എന്നും ജീവിക്കുന്നു, യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാം ഇല്ല. ഹല്ലേലൂയ. യേശുവേ പോലെ കരുതാം വേറെ ഇല്ല. യേശുവേ പോലെ യോഗ്യനാം ഇല്ല. യേശുവേ ആരാധന, ആരാധന. കരങ്ങളൊന്ന് തട്ടി. പ്രതിസന്ധിയുടെ നടുവിലും ആരാധനയാണ്. പ്രയാസത്തിന്റെ നടുവിലും വിഷമിച്ചിരിക്കുകയല്ല, സ്തുതിയോടെ സ്തോത്രത്തോടെ. ഹല്ലേലൂയ. ഏകനെന്ന് തോന്നുമ്പോ യേശു കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഏകനെന്ന് തോന്നിടുമ്പോ യേശു സ്നേഹിതൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. ഹല്ലേലൂയ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാം ഇല്ല. എന്റെ യേശുവേ പോലെ കരുതാം വേറെ ഇല്ല. യേശുവേ പോലെ യോഗ്യന, യേശുവേ പോലെ യോഗ്യന ഇല്ല. ആരാധന. യേശുവേ ആരാധന. വയനാട്ടിൽ വിവിധ ഇടങ്ങളിലുള്ളവർ യേശുവിൻ നാമം ഉയർത്തിപ്പാടി. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. കരം തട്ടി. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശു
ഉണ്ട്. ഹല്ലേലൂയ. ആരാധനയായി യേശുവേ പോലെ സ്നേഹിക്കാൻ ഇല്ല. എന്റെ യേശുവേ പോലെ കരുതാൻ വേറെ ആരും. ഹല്ലേലൂയ. അപ്പാ യേശുവേ പോലെ യോഗ്യനാ. എല്ലാ കുഞ്ഞുങ്ങളും കരം തട്ടി ആരാധന. യോഗ്യനായവൻ യേശുവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മഹത്വവും എന്റെ യേശുവിന്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രതിസന്ധിയുടെ നടുവിലും കലങ്ങിപ്പോകേണ്ട ആനന്ദ നദി കൊണ്ട് തന്റെ ജനത്തെ അവൻ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ആരാധനയുടെയും സ്തോത്രത്തിന്റെയും നല്ല സമയം ഞാനും അത് അനുഭവിക്കുന്നു. യെസ്, വടക്കൻ കേരളത്തെ കുറിച്ച് ഏറെ ശുഭപ്രതീക്ഷ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ സഭ ഒരുക്കത്തോടെ ഉത്സാഹത്തോടെ, ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിംഗ് നിങ്ങൾ വളരെ ശ്രമകരമായി നടത്തുന്നത് തന്നെ ക്രിസ്തുവിൽ അതിന്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ വിലപിക്കുന്നത് മനുഷ്യ സഹജമാണ്. യെസ്, ഒന്നും ചെയ്യുവാനില്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴൊക്കെ ദൈവമനുഷ്യ പ്രതിസന്ധിയിൽ സ്തുതിക്കും ആരാധനയ്ക്കുമായി എഴുന്നേറ്റിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ ദൈവ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് കൂടെയാണല്ലോ. കുഞ്ഞുങ്ങളെ അറിയണം, നമ്മൾക്ക് പാട്ടുള്ളത് എല്ലാ നേരത്തും ഉണ്ട്. നമ്മുടെ നാവിൽ പാട്ടുണ്ട്. യെസ്, if you are a gifted musician, a singer, not only on platform but on everywhere, every season of your life, you are a worshipper. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നാം ആരാധിക്കണം. ഹല്ലേലൂയ. വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇയ്യോബ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു: ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടവരുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് ഒരു ആരാധന മനുഷ്യനായിരുന്നു. എപ്പോഴൊക്കെ തന്റെ പുത്രന്മാർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് തോന്നുന്നു, തന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ എണ്ണത്തിനനുസരിച്ച് നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം യാഗം കഴിച്ച് നിയമം ചെയ്ത ഒരു വിശുദ്ധനായിരുന്നു ഇയ്യോബ്. യെസ്, ഹി വാസ് എ ട്രൂ വർഷിപ്പർ ഇൻ ഹിസ് സീസൺ. പക്ഷെ കുഞ്ഞുങ്ങൾ കേൾക്കണം, ഇയ്യോബിന്റെ ലൈഫിൽ ഒരു പെട്ടെന്ന് ഒരു റിപ്പോർട്ട്. ഇന്നത്തെ പോലെ അന്ന് വാർത്താ മാധ്യമങ്ങൾ ഇല്ലല്ലോ, അന്ന് ദുരന്ത വാർത്ത കൊണ്ടുവരുവാൻ പത്രമാധ്യമങ്ങളില്ല. പക്ഷെ ഇയ്യോബ് 1-ാം അധ്യായത്തിൽ ഇതാ അവനെ വാർത്ത അറിയിക്കുവാനായി, യെസ്, ഹല്ലേലൂയ, ആൾക്കാർ അവന്റെ അടുക്കൽ വാർത്തയുമായി കടന്നു വരികയാണ്. ആ വാർത്ത കേട്ടപ്പോൾ അതെ, വലിയ നഷ്ടത്തിന്റെ ദുരന്തത്തിന്റെ വാർത്ത ഇയ്യോബിനെ തേടിയെത്തി. യെസ്, ആ മെസ്സേജ് കിട്ടിയപ്പോ ഇയ്യോബ് ചെയ്തത്, ഇയ്യോബ് 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു. അത് പഴയ നിയമത്തിന്റെ വിലാപത്തിന്റെ ചിത്രമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ കേൾക്കണേ, അവിടെ കൊണ്ട് ആ വാക്യം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ വാക്യം കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് എഴുതിയിരിക്കുക, ഇയ്യോബ് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. He bowed down, he fell to the ground and worshipped. Hallelujah. ആരാധിച്ചു എന്ന പദം തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. എന്നെ ഞാൻ കാണുന്നു, അമ്മമ്മയുടെ കൂടെ അപ്പമ്മയുടെ കൂടെ ഒക്കെ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മക്കളെ, അതെന്നെ ആരാധനയാണ്. യെസ്, ഹോളി വന്നിരിക്കുമ്പോ പാസ്റ്ററുകൾ നമ്മളെ എൻകറേജ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഇന്ന് ഫെബിന ചർച്ചൻ പാടിയതുപോലെ ആരെങ്കിലും മുമ്പിൽ നിന്ന് കീബോർഡൊക്കെ ഒന്ന് വായിക്കുമ്പോ നമുക്ക് പാടാൻ പറ്റും. പക്ഷേ എല്ലാം നഷ്ടപ്പെടുമ്പോ സാഷ്ടാംഗം വീണ് വർഷിപ്പ് ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രായമുള്ള മാതാപിതാക്കളോട് കേൾക്കണേ, അതെങ്ങനെ സാധ്യമാകും? ആരാധനയുടെ ഒരു ശരീര ഭാഷയാണ്. കർത്താവിനെ താണു വണങ്ങി നമസ്കരിച്ചു എന്ന പദം തന്നെയാണ്. തുറന്നുള്ള വാക്കിൽ കണ്ടോ, അവിടുന്ന് ദൈവമുഖത്തേക്ക് നോക്കി ഇയ്യോബ് പറയുന്ന വാക്ക്, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതൊരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ഈ വൈകുന്നേര സമയം ഈ മ്യൂസിക് ഈവനിങ്ങിൽ
ഗാനങ്ങൾ കേൾക്കുകയും എന്നോടൊപ്പം ചേർന്ന് പാടുകയും ചെയ്യുന്ന ദൈവമക്കളെ, ഈ കാലത്തിൽ വിലാപത്തിന്റെ ഒരു വശം ഉയരുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ അധരത്തിൽ ഒരു സ്തുതിയുടെ വാക്കുണ്ടോ എങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ എക്കാലത്തും ഒരു ട്രൂ വർഷിപ്പറാണ്, സത്യ ആരാധകനാണ്. യോബ് ആരാധിച്ചു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കേൾക്കണേ, ശ്രദ്ധിച്ചേ. Job worshiped the Lord and he said, in the midst of that bad news, he said, blessed be the name of the Lord. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ പ്രതികരണത്തിന്റെ ആഴം എല്ലാ യങ്സ്റ്റേഴ്സും അറിയണം. യങ്സ്റ്റേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേട്ടെ. ഈ വർഷിപ്പിന്റെ പ്രത്യേകത ഈ അധ്യായത്തിന്റെ നടുവിൽ എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് ഇപ്പോൾ ആരാധിക്കുമ്പോൾ ഇയ്യോബിന് പോലും അറിയത്തില്ല ഇന്നത്തെ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ഇയ്യോബിന്റെ അന്നത്തെ വേർഷിപ്പിന്റെ പ്രാധാന്യം. അന്ന് ഇയ്യോബ് അറിഞ്ഞിട്ടല്ല വേർഷിപ്പ് ചെയ്തത്. പ്രാധാന്യം നമുക്കറിയാം. ഇയ്യോബ് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് പിശാച് ദൈവസന്നിധിയിൽ പോയി നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, തൃക്കൈ നീട്ടി അവനെയും അവൻ ഉള്ളതിനൊക്കെയും ഒന്ന് തൊട്ടാൽ അവൻ ത്യജിച്ചു പറയും. അതെ, ഈ ദുരന്ത വാർത്ത കേൾക്കുമ്പോ ത്യജിച്ചു പറയുമെന്നാ പിശാച് വിധി എഴുതിയത്, ലോകം കാത്തിരുന്നത്. പക്ഷെ ലോകത്തിന്റെയും പിശാചിന്റെയും സകല പ്രതീക്ഷകളെയും മാറ്റി ഒരു ദൈവ മനുഷ്യൻ ആരാധനയ്ക്കായി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇപ്പൊ എത്ര പേർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്? ഇന്ന് വൈകുന്നേരം മോളെ, നീ ദൈവത്തെ സ്തുതിക്കണം, നീ ആരാധിക്കണം, നീ വർഷിപ്പ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അനേകർ വിഷമിച്ച് വിലപത്തോടെ ആയിരിക്കുമ്പോൾ ഈ ദേശത്തിന്റെ നടുവിൽ നീ സ്തോത്രത്തോടെ സ്തുതിയോടെ എഴുന്നേറ്റാൽ സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കും കേട്ടോ. ഹല്ലേലൂയ. നീ പാടത്തില്ല. യെസ്, ഞാനിത് പറയുമ്പോൾ ചില ജീവിത സാഹചര്യങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ചിലർ കൂടെ എന്നെ കേൾക്കുന്നുണ്ട്. ചില റിസൾട്ടിന്റെ മുൻപിൽ, ചില പ്രതികൂല സാഹചര്യത്തിന്റെ മുമ്പിൽ പാട്ട് നിർത്തിക്കളഞ്ഞ ആരൊക്കെ ഉണ്ട്? ആരാധന തണുത്തുപോയ ആരൊക്കെ ഉണ്ട്? യെസ്. പക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ സ്വർഗം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. സ്തോത്രം ചെയ്തേ, നന്ദി പറഞ്ഞേ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പിറുപിറുപ്പിന്റെ വാക്കുകൾ മാറട്ടെ. ശാപത്തിന്റെ വാക്കുകളല്ല, കയ്പിന്റെ വാക്കുകളല്ല. കർത്താവേ, ഈ അനുഭവങ്ങളുടെ നടുവിലും ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഇനി കുഞ്ഞുങ്ങൾ കേൾക്കണേ, എന്റെ ഈ ചെറിയ ലൈഫിൽ കർത്താവ് അങ്ങനെ ഒരു കൃപ തന്നു. എന്റെ ജീവിതത്തിന്റെ തകർച്ചയിൽ എന്റെ എല്ലാ അനുഭവങ്ങൾക്കും ഒന്ന് നന്ദി പറയാം. എന്റെ അനുഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യത്തക്കോണം സമയം സ്വാതന്ത്ര്യത്തോടെ അനുവദിച്ചതിന് പ്രത്യേകം നന്ദി. ഞാൻ ഒത്തിരി ചോദ്യങ്ങളോട് ദൈവമുമ്പാകെ ആയിരുന്ന സമയത്ത് എന്റെ യൗവനത്തിൽ ഈ ചില നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ട് അധികം നാളായില്ല. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം സ്വർഗം ഉത്തരം തന്നത് മാനുഷികമായ മറുപടിയിലൂടെയല്ല, ദൈവ സാന്നിധ്യത്തിലൂടെ ആയിരുന്നു. ഉയർച്ചയായാലും താഴ്ചയായാലും മരണമായാലും ജീവനായാലും, ഹല്ലേലൂയ, ഈ മണ്ണിൽ നമുക്കൊന്ന് കൈമുതലായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ തിരുസാന്നിധ്യം മാത്രമാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്ക് കവർന്നുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സമ്പത്തുണ്ടെങ്കിൽ അത് ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. താഴ്വരയുടെ മുള്ളുകളിൽ കടന്നു പിടയുമ്പോഴും സഹോദരി സഹോദര, ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. ഇത് നിന്നെ തളർന്നു പോകാനായിട്ടുള്ള അനുഭവമല്ല, മറിച്ച് നല്ല ശിഷ്യനാക്കി തീർക്കുവാൻ, അവിടുത്തെ മുഖം കാണുവാൻ അത് മുഖാന്തരമാകുന്നു എന്ന് അറിയുന്നവരെല്ലാം ഹൃദയം തുറന്നേ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും യേശുവേ നന്ദി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി.
നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരെ മുള്ളുകൾ പനിനീർ പൂവോ, ശോധന ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. കരവുയർത്തി നാഥാ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി. അപ്പാ, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരെ മുള്ളുകൾ പനിനീർ പൂവോ, ശോധന ചൂളയൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, മുറികളിൽ, സാഹചര്യത്തിനപ്പുറമായി ദൈവ സാന്നിധ്യം നിറയുന്നുവെന്ന് അനുഭവിക്കുന്നത് ചേർന്ന് പറഞ്ഞ അപ്പാ, വേറൊന്നുമല്ല, അങ്ങയുടെ സാന്നിധ്യം അവിടുത്തെ മക്കളെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് പുതിയണമേ. മനോഭീതിയുള്ളവരെ ധൈര്യപ്പെടുത്തണമേ. യെസ് ജീസസ്. നാഥാ നന്ദി, നാഥാ നന്ദി. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യത്തിലും ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്നും എല്ലാ അനുഭവങ്ങൾക്ക് നന്ദി എന്നും പറയാൻ ഈ ഉലകത്തിൽ ഒരു കൂട്ടർക്കേ കഴിയത്തുള്ളൂ. യെസ്, യഥാർത്ഥമായി അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക്. യെസ്, അങ്ങനെ നിയമം ചെയ്ത വിശുദ്ധന്മാർ, ഈ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവരും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ആ അനുഭവം ദൈവം നമുക്ക് തന്നുവല്ലോ. ഇത് കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് ആണല്ലോ. യെസ്, അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾക്കായി ഒരു ചെറിയ ഒരു കഥ പറയാം. യെസ്, ഞാനിത് പറയുമ്പോൾ മിക്കവാറും ദൈവമക്കളെല്ലാം എന്നെ പുൽപ്പള്ളിയിലും വയനാട്ടിലും അങ്ങനെ വടക്കൻ കേരളത്തിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ വന്നാലും ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായി തോന്നുന്നത് മലനിരകളാണ്. പലപ്പോഴും ഞാനും എടക്കൽ കേവ്സിന്റെ അവിടെ ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, നമ്മളിങ്ങനെ ദൂരെ എന്നുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പക്ഷെ ഈ ദിവസങ്ങളിൽ ഒരല്പം പ്രതിസന്ധി ഉണ്ടെങ്കിലും കഴിഞ്ഞ നാളുകളിലൊക്കെ ആ കാഴ്ചകൾ കണ്ട സമയം ഞാൻ ഓർക്കുന്നു. ഒരു യൗവനക്കാരൻ, ഞാൻ കഥയിലേക്ക് കടക്കട്ടെ, കൂട്ടുകാർ കേൾക്കണം. പണ്ട് ഒരു യൗവനക്കാരൻ ഇതുപോലെ വയനാടൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നത് പോലെ പൂക്കളുടെ താഴ്വര എന്നൊരു സ്ഥലം കാണുവാൻ ഇഷ്ടപ്പെട്ടു. താൻ യാത്ര തിരിച്ചു. തന്റെ യാത്ര ഒറ്റയ്ക്കായിരുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് കാണണം, പൂക്കളുടെ താഴ്വര. താൻ ഭൂപടത്തിൽ കണ്ടുപിടിച്ചു. ആ ദിശയിലേക്ക് യാത്ര ചെയ്തു. മോനെ കേൾക്കണേ, ആ മോൻ ഒത്തിരി യാത്ര ചെയ്തു. ആ മാപ്പ് നോക്കണം അല്ലെ, മാപ്പ് നോക്കി യാത്ര ചെയ്തു. കൊച്ചു കൂട്ടുകാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. യെസ്, ഡോറയുടെ കയ്യിലെ മാപ്പ് നോക്കി ഡോറ പോകുന്നത് പോലെ ഈ യൗവനക്കാരൻ മാപ്പൊക്കെ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒടുവിൽ
ആ മാപ്പിൽ കണ്ട സ്ഥലത്ത് അടുത്തെത്തി, പൂക്കളുടെ താഴ്വര. പക്ഷെ താൻ നോക്കിയിട്ട് പൂക്കളുടെ താഴ്വരയൊന്നും കാണുന്നില്ല. നമ്മളുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോ ഇന്നും GPS-നെക്കാളും നമുക്ക് പ്രയോജനപ്പെടുന്നത് ആ വഴിത്തരക്കൽ നിൽക്കുന്ന അനുഭവമുള്ള ആരെങ്കിലോടൊന്ന് ചോദിച്ചാൽ, അങ്കിളെ അച്ചച്ച എങ്ങോട്ടാ വഴിയെന്ന് ചോദിച്ചാൽ ചേട്ടാ ഇന്നും നമുക്ക് പറഞ്ഞു തരുന്നവർ അന്നും ഉണ്ടായിരുന്നു. ആ സഹോദരനോട് അവിടെ നിന്ന ഒരാളിങ്ങനെ പറഞ്ഞു, പൂക്കളുടെ താഴ്വര കാണാൻ വന്നതാണോ? ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നിരാശരായി മടങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്കും അറിയില്ല പൂക്കളുടെ താഴ്വര എവിടാണ്. ആ യൗവനക്കാരന് ഭയങ്കര സങ്കടമായി. ആ മോൻ വിഷമിച്ചു, ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട് എനിക്ക് പൂക്കളുടെ താഴ്വര കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചപ്പോ ഒരു പ്രായമുള്ള വ്യക്തി ആ മോന്റെ അടുത്തേക്ക് വന്നു, പറഞ്ഞു, മോനെ, പൂക്കളുടെ താഴ്വര ഒരു പക്ഷേ നീ ആ മല കണ്ടോ? ആ മലയുടെ അങ്ങേ വശം, അപ്പുറത്തെ അടിവാരം അങ്ങേ വശമായിരിക്കാം. അതുകൊണ്ടാ ഞങ്ങൾ കണ്ടിട്ടില്ല. നീ ആ മലയൊന്ന് കയറി നോക്ക്. ഈ യൗവനക്കാരൻ ഇത്രയും യാത്ര ചെയ്തില്ലേ, പക്ഷെ തന്റെ ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് ഉത്സാഹിയായി ആ മല കയറാൻ തുടങ്ങി. മല കയറി നല്ല പ്രതികൂല കാലാവസ്ഥയിൽ താൻ ഒരു അല്പസമയം ഒരു പാറയുടെ പിളർപ്പിൽ താൻ ഇങ്ങനെ ചേർന്നിരുന്നു. ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് ആ പാറയുടെ പിളർപ്പിലിരുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. നേരം വൈകുന്നേരമായി. ഏകദേശം ഇത്രയും സമയമൊക്കെ ആവുന്ന സമയം ചുറ്റും ഇരുട്ട് പെതുക്കെ വീണു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് അവനെ തട്ടി ഉണർത്തി. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇതിച്ചിരി അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പൂക്കളുടെ താഴ്വര കാണാൻ വന്നതാ, പക്ഷെ പകുതി വഴി ആയപ്പോഴേക്കും ഈ മലയുടെ അപ്പുറം എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആ തട്ടി ഉണർത്തിയ വ്യക്തി ഇവനെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ കേറി വന്ന ആ ഇടമില്ലേ, അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്ക്. അപ്പോഴവൻ തിരിഞ്ഞു നോക്കി. താൻ വഴി ചോദിച്ച അതേ ഇടം, ആളുകൾ അറിയത്തില്ലെന്ന് പറഞ്ഞ അതേ ഇടം, താൻ നിന്ന ആ താഴ്വരയിലേക്ക് താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരിടമായി താൻ കണ്ടു. കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ നമുക്കൊരു സംശയം, എന്തുകൊണ്ടാ താൻ കയറി വന്ന ഇടമായിട്ടും അത് വാലി ഓഫ് ഫ്ലവേഴ്സ് ആണെന്ന് തിരിച്ചറിയാതെ പൂക്കളെ കാണാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പൂക്കൾ വിടർന്നു നിന്നത് ചെറിയ ചെടിയിലല്ല, മറിച്ച് ഉയരമുള്ള മരങ്ങൾക്ക് മീതെ പൂക്കൾ വിരിഞ്ഞു നിന്നത് കൊണ്ട് താഴെ നിന്നവരാരും ആ പൂക്കൾ കാണുന്നില്ല, അതിന്റെ ഭംഗി ആസ്വദിക്കുന്നില്ല. പക്ഷെ ഒരു അല്പം ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് പൂക്കളുടെ താഴ്വരയിൽ എന്ന് തിരിച്ചറിയുന്നത്. താഴെ നിന്നവർ ഇരുട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരെന്നും ഈ ഇരുട്ട് കണ്ട് പരിഭവിക്കും. അയ്യോ, എല്ലായിടത്തും അങ്ങ് ഇരുട്ടാണല്ലോ, ഒത്തിരി മരമാണല്ലോ, നടക്കാൻ പോലും വയ്യാലോ. പക്ഷെ ഉയരത്തിൽ കയറിയ ഒരുവൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇത് പൂക്കളുടെ താഴ്വരയാണ്, ഇത് മനോഹരമായ ഇടമാണ്. ഞാൻ ഈ കഥ എന്തിനാ ഷെയർ ചെയ്തെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? ജീവിതത്തിന്റെ ചെറിയ അനുഭവങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പരിഭവിക്കും, ദൈവമേ പ്രതിസന്ധി മാത്രമേ ഉള്ളല്ലോ, ഒന്നിനു പുറകെ ഒന്നായി. പക്ഷെ ഞാൻ പറയാം കൂട്ടുകാരെ, നിങ്ങളൊന്ന് മുഴങ്കാൽ മടക്കിയാൽ, ധ്യാന പീഠത്തിൽ ഒന്ന് കയറിയാൽ, അല്ലെങ്കിൽ കുറച്ചു നാളൊന്ന് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാലും മതി. ജീവിതത്തിന്റെ ഈ ദിനങ്ങളിൽ ദൈവം നിങ്ങളെ പണിതെടുത്തതും പ്രിപ്പയർ ചെയ്തതും അവിടുത്തെ ആത്മാവിൽ നമ്മളെ ഒരുക്കിയതും നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ അവിടുന്ന് മോൾഡ് ചെയ്തതും ഒക്കെ നാം മനസ്സിലാക്കും. ഹല്ലേലൂയ. അല്പം മുമ്പ് നാം പാടിയില്ലേ, അങ്ങയുടെ മുഖം കാണുവാൻ അത് നിമിത്തമായെന്ന്. അതുപോലെ ആ യൗവനക്കാരൻ തിരിച്ചറിഞ്ഞതുപോലെ കുറച്ചു കഴിയുമ്പോൾ ആരൊക്കെയോ പറയും, ദൈവമേ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അങ്ങ് എന്നെ സ്നേഹിച്ചത് എത്ര അത്ഭുതകരമാണ്, ഈ പ്രയാസത്തിന്റെ നടുവിലും അങ്ങ് എന്നെ കൈപിടിച്ച് നടത്തിയത് എത്ര അതിശയമാണ്. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം കേട്ടോ. യങ്സ്റ്റേഴ്സ്, നിങ്ങൾ ക്ഷീണിക്കല്ലേ. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഇരുട്ടായിരിക്കാം കാണുന്നത്, പക്ഷേ വരുന്ന ദിനങ്ങളിൽ ദൈവം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ പ്രത്യേകമായി ജോയിൻ ചെയ്തതും പറയുവാൻ ആഗ്രഹിക്കുന്നതും. എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ പറയാം. ഒരു യാത്രയ്ക്കായി ഇറങ്ങി പുറപ്പെട്ട സമയം 2018 ഓഗസ്റ്റ് മാസം, ഇതുപോലുള്ള ദിനങ്ങൾ, നിങ്ങൾക്ക് ആ ദിനങ്ങൾ ഓർമ്മ കാണും. മലയാളക്കരയ്ക്ക് 2018 ഓഗസ്റ്റ് മറക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ദേശത്ത് ഏറ്റവും വലിയൊരു പ്രളയം ആദ്യമായി നടന്ന സമയം.
ഞാനന്നൊരു യാത്രയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോഴേ മഴയുണ്ട്. പക്ഷെ ആ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് വഴികളൊക്കെ അടഞ്ഞ് ആകെ ദുർഘടമായ ഒരു സമയം. യെസ്, ചുറ്റും പരിഭ്രാന്തരായ ആളുകളെയൊക്കെ ഞാനിങ്ങനെ യാത്രയിൽ കാണുകയാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ യാത്രയുടെ നടുവിൽ, ഏകദേശം 2 മണിക്കൂറോളം യാത്രയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, യേശുവിൻ കൂടുള്ള യാത്രയാണെങ്കിൽ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കൈപിടിച്ചുള്ള യാത്രയാണെങ്കിൽ ഏത് ദുർഘടത്തിലും ആനന്ദമുണ്ട്. ഞാനിതിങ്ങനെ ആത്മാവിൽ പാടുകയും ഒരു പാട്ടായിട്ട് സ്വർഗം ഇത് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഏകദേശം 3 വർഷത്തോളം ആവുന്നു അല്ലേ? ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഒരു സമയം, 2 വർഷത്തോളം കഴിയുന്ന ഈ സമയം സ്വർഗം അത് പുറത്തിറക്കുവാൻ കൃപ തന്നു. യെസ്, കഴിഞ്ഞ ദിനങ്ങളിൽ ആ വരികൾ പുറത്തിറങ്ങി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. പെരുവെള്ളവും തോറ്റുപോകും, യേശുവിൻ കൈകൾ നമ്മെ താങ്ങി നടത്തും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് വൈകുന്നേര സമയം ആ ശുഭ പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമുക്ക് വഴി ഏതാണെന്ന് അറിയണമെന്നില്ല. പക്ഷെ ഒന്നറിഞ്ഞാൽ മതി കൂട്ടുകാരെ, കൈ പിടിച്ച ഒരുവനുണ്ടോ? യേശുവിന്റെ കൈ പിടിച്ചിട്ടുണ്ടോ? ആ ഒരൊറ്റ ഉറപ്പ് മതി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ. ഇന്ന് വൈകുന്നേര സമയം ഈ യൂത്ത് മീറ്റിംഗിൽ ഈ വരികൾ പാടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ കൂട്ടുകാരും ഈ ചിത്രം കാണണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഇരുട്ടുള്ള താഴ്വരയിലല്ല, മറിച്ച് സ്വർഗം നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നത്തേതിൽ നിങ്ങൾ തിരിച്ചറിയും, ഈ അനുഭവങ്ങളെല്ലാം പൂക്കളുടെ താഴ്വര പോലെ അനുഗ്രഹകരമായ അനുഭവമാക്കി സ്വർഗം തീർക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമാണ്. ഹൃദയമെല്ലാം തുറന്ന് ഈ ജീവിത യാത്രയിൽ കർത്താവിനോട് ചേർന്ന് നിന്ന്, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാ അത്ഭുതമായി നടത്തിടും, മധുരമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ മതി. അന്ത്യം വരെ, അന്ത്യം വരെ ആ ചൂടുമതി. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ മതി. അപ്പാ, ഇരുളേറുമ്പോൾ, വഴിയേതെന്നറിയാതെ വിഷമിക്കുമ്പോൾ അങ്ങ് കൈ പിടിക്കണമേ. ഇരുളേറും രാത്രി, വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. വിശ്വസിച്ച് ഈ മഹാവ്യാധി തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. ഹല്ലേലൂയ. അനുഭവമുള്ളവർ പറഞ്ഞേ, അന്ത്യം വരെ ആ ചൂട് മതി. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ മതി. ഹല്ലേലൂയ. ഓരോ ചുവടും അത്ഭുതമാണ്. ഓരോ ദിനവും അതിശയമായി നടത്തുന്നവനെ നമുക്കൊന്ന് കരമുയർത്തി നന്ദി പറയണം.
ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശുവന്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശുവന്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, യെസ്, നിത്യതയോളം നിലനിൽക്കും ബന്ധം. വീട്ടിലെത്തുവോളം നിത്യ സ്നേഹം, നിസ്തുല്യ സ്നേഹം, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്ന ഭയമില്ല. ചേർന്ന് പറഞ്ഞു, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്ന ഭയമില്ല. യെസ്, അൻവേറുന്ന കൈകൾ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികൾ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, യേശു മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവന്റെ കൂടെ മതി. അനുഭവമുള്ളവർ പറഞ്ഞു, അന്ത്യം വരെ ചൂടുമതി, ആ ചൂടുമതി. യെസ്, യേശുവന്റെ കൂടെ മതി. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ആ ഉറപ്പിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ. അന്ത്യം വരെ ആ ചൂടുമതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ, ഈ ഗാനങ്ങളെല്ലാം കർത്താവ് ഗൈഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക തീമിനോടുള്ള ബന്ധത്തിലാണെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. പ്രതിസന്ധിയിലും ആരാധിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാർ, ഒരു കൂട്ടം ദൈവമക്കൾ, അതാണ് സ്വർഗം ഇന്ന് വൈകുന്നേരവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. Children, heaven is expecting a group of youngsters and children who worship the Lord even in the midst of crisis. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ അപ്പായോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരായി ഈ PYPയുടെ ശുശ്രൂഷയിലൂടെ പ്രിയ ചർച്ചിനെ, പ്രിയ സോണലിനെ, പ്രിയ ഡിസ്ട്രിക്റ്റിനെ, എന്നെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. കുഞ്ഞുങ്ങളെ അറിയണം, അങ്ങനെ ആരാധിച്ച ഒരു കൂട്ടം യൗവനക്കാരുണ്ട്. യെസ്, നമുക്കറിയാം അവരെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ അടിമകളായി പിടിക്കപ്പെട്ട ബാലന്മാർ, അവർ സകലവിധ ജ്ഞാനത്തിലും അഭ്യാസം പ്രാപിച്ച് ഭാഷയും അഭ്യസിച്ച് കഴിഞ്ഞപ്പോഴും അവർ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. അവർ തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. ഒടുവിൽ അതിപ്രധാനമായ ഒരു സമയം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അന്യാരാധനയ്ക്കായി ദേശം മുഴുവൻ എഴുന്നേറ്റപ്പോൾ ഈ 3 പേർ, ഞാൻ വിശ്വസിക്കുന്നവർ എബ്രായ ബാലന്മാരായിട്ടാണ് വന്നത്, പക്ഷേ അവരിപ്പോൾ യൗവനക്കാരായി കാണും, അവർ പുരുഷന്മാരായി കാണും. യെസ്, അവരുടെ ആ നല്ല യൗവനത്തിന്റെ പ്രായത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ആ ഡിസിഷൻ നിങ്ങൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരുന്നതായിരിക്കാം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, ആ 3 പേർ ആ തീരുമാനത്തിന്റെ മുമ്പിൽ വില കൊടുക്കേണ്ടി വന്നു. രാജ്യങ്ങൾ മുഴുവൻ വണങ്ങി നമസ്കരിക്കുന്ന ഒരു സമയം വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദാനിയേൽ ഉൾപ്പെടെ ഈ 3 എബ്രായ പുരുഷന്മാർ അവർ സത്യ ആരാധനയ്ക്ക് വേണ്ടി നിന്നു. യെസ്, ഹല്ലേലൂയ. അതിന് അവർ നേരിട്ട പ്രതിസന്ധി നമുക്കറിയാം. ഹല്ലേലൂയ.
വീണ് നമസ്കരിക്കാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയ തീച്ചൂളയാണ് അവർക്ക് കാത്തിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അനുഭവം അറിയാം, പക്ഷേ ആ കഥ അറിയുന്നതിലല്ല, മറിച്ച് ഇന്നെന്നെ കേൾക്കുന്ന മോളെ, മോനെ, നിങ്ങൾ ഓരോരുത്തരും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ പലതിന്റെ മുമ്പിൽ ആളുകൾ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പല കാര്യങ്ങളിലും ലോകം കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, പലരുടെയും ആരാധന തണുത്തുകൊണ്ടിരിക്കുകയാണ്, പലരുടെയും ദൈവസ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അനേകർ ഭയത്തിനു മുമ്പിൽ മുട്ടുമടക്കുകയാണ്, ഒരു വശത്ത് അനേകർ ആകുലതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുകയാണ്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ജീവൻ ഒടുക്കുന്ന കുഞ്ഞുങ്ങളുടെ യൗവനക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു പരിധിവരെ മുട്ടുമടക്കലാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ നടുവിൽ മുട്ടുമടക്കാത്ത ഒരു കൂട്ടം യൗവനക്കാരെ എന്റെ യേശു എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മോളെ, അതേ മോനെ, നിങ്ങൾ മുട്ടുമടക്കേണ്ടവരല്ല, മറിച്ച് യേശു കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ മുഴങ്കാൽ മടങ്ങുന്നത്. ശദ്രക്, മേശക്, അബേദ്നെഗോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. യെസ്, സഭയായി ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ നമുക്കിത് പ്രൊക്ലെയിം ചെയ്യാൻ എളുപ്പമാണ് മക്കളെ. സൺഡേ സ്കൂളിൽ PYPയിൽ നമുക്കിത് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒറ്റപ്പെടുന്ന ചില സമയങ്ങളിൽ നാമും ഇത് പറയാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു പക്ഷെ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിതത്തിന്റെ പല വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ടാകും. അച്ഛച്ച, അങ്കിളെ, എന്തായി തീരുമെന്ന് അറിയില്ല. യെസ്, ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ ഒരു മറുപടി പറയാമോ? എന്റെ ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ വിടുവിക്കും. പലർക്കും നോളജ് ഉണ്ട്, കഥകൾ അറിയാം, വാക്യങ്ങൾ അറിയാം, ഇൻഫോർമേഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ വചനം നിങ്ങളുടെ സ്വന്തമായിട്ടൊന്ന് പറയാമോ? ഈ അറിവ് എന്റെ ജീവിതത്തിൽ സ്വർഗം തന്നിരിക്കുക, എന്റെ ദൈവം എന്നെ വിടുവിക്കും. മോളെ, മോനെ, കുഞ്ഞെ, കേട്ടെ, you should have that assurance in your life that my God is able to deliver me. അവിടെ കൊണ്ട് നിർത്തിയില്ല. അല്ലെങ്കിലും ഈ പ്രതിസന്ധി നിന്ന് പുറത്തു വന്നില്ലെന്ന് കരുതിക്കോ. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും. യങ്സ്റ്റേഴ്സ്, കുഞ്ഞുങ്ങളെ, കേട്ടെ, നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്നറിയാമോ? ഡിസിഷൻ എടുക്കുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. യെസ്, മോറൽ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഈ അല്ലെങ്കിലും എന്നുള്ള പദത്തിലാണ്. യെസ്, ഹല്ലേലൂയ. പുറത്തു വന്നാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമായാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ. ഇന്ന് മോളെ, മോനെ, യേശുവിനെ അറിഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം കർത്താവ് തരട്ടെ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ മനസ്സുകൊണ്ട് ക്ഷീണിച്ച് എന്നെ കേൾക്കുന്ന കുഞ്ഞെ, മോളെ, നിനക്കും ദൈവം ആ ധൈര്യം തരും കേട്ടോ. അല്ലെങ്കിലും, ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഞാൻ പിന്നോട്ട് പോകത്തില്ല, ഞാൻ വിശ്വാസത്തിൽ പുറകോട്ട് പോകത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലൊന്നും വലിയ നന്മകളോ വലിയ സാഹചര്യങ്ങളോ ഒന്നും കണ്ടില്ലെങ്കിലും, യെസ്, നിങ്ങൾക്കറിയാമോ, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ആരെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ സ്നേഹം അവരോടതാകുന്നു, പ്രണയമാകുന്നു. ദൈവ വിശ്വാസത്തെ ത്യജിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളിൽ പലരും പല വാർത്തകളും കേൾക്കുന്നു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. യെസ്, ഹല്ലേലൂയ. മറ്റു പലതിന്റെയും പിന്നാലെ പോകുമ്പോൾ യേശു കർത്താവിനെ ത്യജിച്ചു കളയുന്ന ഒരു കാലഘട്ടം. പക്ഷെ മോളെ, നിന്നോട് ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് സംസാരിക്കുക, അല്ലെങ്കിലും. യെസ്, യെസ്, ഈ ലോകത്തിന്റെ ഒരു 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 അട്രാക്ഷനും നിന്നെ പിടിക്കാൻ പറ്റുകയില്ല. കാരണം അല്ലെങ്കിലും, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്റെ യേശുവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ധൈര്യം ഇന്ന് രാത്രിയിൽ സ്വർഗം നിന്റെ ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കേ, ഫിലിപ്പിയുടെ കാരാഗ്രഹത്തിലാ പോയി കടന്നത്. ഒരു ശുശ്രൂഷകൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു ഇടമല്ല. ഈ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാർ ഒത്തിരി പേരുണ്ട്. നമ്മളൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാ? പ്ലാറ്റ്ഫോമില്ല. ഈ ദിവസങ്ങളിൽ വാതിലൊക്കെ അടഞ്ഞപ്പോ നമുക്ക് ഒത്തിരി വിഷമമാണ്.
നമുക്ക് കിട്ടി ഈ ചെറിയ പരിതസ്ഥിതിയിൽ നമ്മളിങ്ങനെ സൂമിലൊക്കെ ശുശ്രൂഷിക്കുന്നെങ്കിലും നമ്മൾ മനസ്സുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരാണ്. പക്ഷെ ഈ ദൈവമനുഷ്യൻ നോക്കിക്കേ, സൂമും ഇല്ല, ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിന്റെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയാണ്. പക്ഷെ അതിന്റെ അർത്ഥം താൻ ക്ഷീണിച്ചു എന്നല്ല, താൻ അവിടെ കിടന്ന് എഴുതുകയാണ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ലേഖനങ്ങൾ എഴുതുകയാണ്. എങ്ങനെയുള്ള ലേഖനങ്ങളാണെന്നറിയാമോ? ഉദാഹരണത്തിന് ഫിലിപ്പിയ ലേഖനം നോക്കിക്കേ, നിരാശയുടെ ഒരു വാക്കോലും ഇല്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. യെസ്, കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാണോ? അല്ല. നമ്മൾ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ വാക്കുപോലെ, അല്ലെങ്കിലും പുറത്തു വന്നില്ലെങ്കിലും ഈ കൽത്തുറങ്ങി കടന്നാലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. എത്ര പേർക്ക് ഇന്ന് വൈകുന്നേരത്തെ ഈ മെസ്സേജ് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞെ, മോളെ, നിന്നോടാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നീ ഈ വാതിലൊക്കെ അടഞ്ഞിരുന്നാലും, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നാലും, യു വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്. നീ എന്റെ കർത്താവിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വളരെ പ്രസിദ്ധമാണ്. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഓ, അല്പം മുമ്പ് എബ്രായ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. അതൊരു പ്രൊക്ലമേഷൻ. ഈ ദൈവം എന്റെ ദൈവം. ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. യെസ്, കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് അങ്ങനെ ഒരു പാട്ട് എനിക്ക് തന്നു കേട്ടോ. എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പാടുന്നത്. മാതാപിതാക്കൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് അവരെ കരം തട്ടി പ്രോത്സാഹിപ്പിക്കാം. But I just want to sing this song for every youngsters and youth. വളരെ ലളിതമായ വരികൾ, പക്ഷെ നിങ്ങൾ എന്നോട് കൂടെ റിപ്പീറ്റ് ചെയ്ത് പാടണം. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു റൂമിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും യു ഹാവ് ടു സിംഗ് ആഫ്റ്റർ മീ. എന്നോട് ചേർന്ന് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാടണം. ഇത്രയേ ഉള്ളൂ വരികൾ. ഈ ദൈവം എന്റെ ദൈവം, ഇനി എന്നും എന്റെ ധൈര്യം. യെസ്, അല്പം മുമ്പ് പറഞ്ഞ വാക്യവും ആ പാട്ടിൽ കയറി വരും. ശക്തനാക്കുന്നവൻ യേശുവാകയാൽ എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും, സാധ്യമാണ്. ഹല്ലേലൂയ. റെഡിയാണോ കൂട്ടുകാരൻ? എല്ലാ കുഞ്ഞുങ്ങളും, വീഡിയോ ഓൺ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈ ഉയർത്തി റെഡിയാണെന്നൊന്ന് പറഞ്ഞ്. യെസ് യെസ് യെസ്, താങ്ക് യു താങ്ക് യു. വി ആർ ഗോയിങ് ടു സിംഗ് ദിസ് സോങ്. അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആദ്യം കൈയൊക്കെ തട്ടി ഉത്സാഹത്തോടെ എല്ലാ കുഞ്ഞും റെഡി. ഇനി അധരം കൂടെ തുറന്നേ. പാടിക്കേ മക്കളെ. കുറച്ചുകൂടി ഉച്ചത്തിൽ പാടിക്കേ. ഓ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. കരം തട്ടി കേട്ടെ. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. എന്നാദി തീർക്കുവാനെ തേടി വന്നവൻ, മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനെ തേടി വന്നവൻ, മാറിടാത്ത യേശു. ഈ ദൈവം എന്റെ ദൈവം, ഇനി എന്നും എന്റെ ധൈര്യം. ഈ ദൈവം എന്റെ ദൈവം, ഇനി എന്നും എന്റെ ധൈര്യം. പാടിക്കും. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. എന്നോട് കൂടെയുള്ളവൻ, നാമം യേശു. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. എന്നോട് കൂടെയുള്ളവൻ, വിളിച്ചു പറഞ്ഞു, നാമം യേശു. ഉത്സാഹത്തോടെ കരം തട്ടി ശബ്ദമുയർത്തി പാടി ചേർന്ന്. വെരി ഗുഡ്. ശക്തനാക്കും ക്രിസ്തുവിനാൽ, എന്നെ ശക്തനാക്കും
യേശു ക്രിസ്തുവിന സാധ്യമേ, യെസ് സാധ്യമേ, സാധ്യമേ. എല്ലാം ചേർന്ന് പറഞ്ഞ് കൂട്ടുക. ശക്തനാക്കും ക്രിസ്തുവിന, ക്രിസ്തുവിന എന്നെ ശക്തനാക്കും യേശു ക്രിസ്തുവിന സാധ്യമേ, ഹല്ലേലൂയ, സാധ്യമേ, സാധ്യമേ. എല്ലാം ഹല്ലേലൂയ. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത യേശു. ഈ ദൈവം എന്റെ ദൈവം ഇനി എന്നും, എബ്രായ ബാലന്മാർ പറഞ്ഞ പോലെ, ഈ ദൈവം എന്റെ ദൈവം ഇനി എന്നും എന്റെ ധൈര്യം. എന്നോട് കൂടെയുള്ളവൻ എല്ലാറ്റിലും വലിയവൻ. വിളിച്ചു പറഞ്ഞ മക്കളെ, എന്നോട് കൂടെയുള്ളവൻ തന്നാമം യേശു. എന്നോട് കൂടെയുള്ളവൻ എല്ലാറ്റിലും വലിയവൻ, എന്നോട് കൂടെയുള്ളവൻ നാമം യേശു. കരങ്ങൾ രണ്ടൂന്ന് ചേർത്ത് തട്ടി. യെസ് യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം നമുക്ക് ഒരു സാഹചര്യം അനുവദിച്ച ഇനി ക്യാമ്പായിട്ടൊക്കെ കൂടുമ്പോൾ നമുക്ക് ആക്ഷൻ ഒക്കെ ചെയ്യണം കേട്ടോ. യെസ്, കൂട്ടുകാർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഉത്സാഹത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ ദൈവം എന്റെ ദൈവം. എബ്രായ ബാലന്മാർ പാട്ടുപാടിയോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ അവരാ നിപ്പുണ്ടല്ലോ മക്കളെ, ഈ ദൈവം എന്റെ ദൈവം, ഇവരെന്നെ, ഈ ദൈവം എന്നെ വിടുവിക്കൂ എന്ന് പറഞ്ഞ നിപ്പില്ലേ, ആ നിപ്പ് ഒരു ആരാധനയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പാട്ട് പാടുമ്പോൾ മാത്രമോ വോർഷിപ്പ് ആവുന്നത്. നല്ല മോളെ, പാട്ടിനപ്പുറമായിട്ട് യേശുവിന് വേണ്ടി നീ എടുക്കുന്ന ഡിസിഷൻസ് ഇല്ലേ, കർത്താവിൽ ആശ്രയിച്ച് ധൈര്യമായി നിൽക്കുന്ന തീരുമാനങ്ങളില്ലേ, പാപത്തോട് പോരാടുന്ന നിന്റെ ആ മനോഭാവമില്ലേ, അതൊരു വോർഷിപ്പാണ്. ഹല്ലേലൂയ. ലോകം പാട്ടിനാ മാർക്കിടുന്നേ, പക്ഷെ യേശു ഹൃദയത്തിന് മാർക്കിടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ദൈവസന്നിധിയിൽ ധൈര്യവും ഉറപ്പുമുള്ള കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാർ. അതാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തരുന്ന ടൈറ്റിലാണ് കേട്ടോ. നമ്മളിങ്ങനെ മിണ്ടിക്കോട്ടും പാടിക്കൊണ്ടും ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണുന്നു. യെസ്, യു ആർ വെരി ടാലന്റഡ്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കോണം, സ്വർഗത്തിന് നിങ്ങളെ കുറിച്ചും പദ്ധതിയുണ്ട്. ഈ സഭയിൽ ദൈവം ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ശുശ്രൂഷയ്ക്കായി ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പുതിയ നിയമ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഗലീല പട്ടണത്തിലെ നസ്രേത്ത് എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ? മറിയ, യേശുവിന്റെ അമ്മയായ മറിയ. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി സന്തോഷമാണ് മറിയയുടെ കാര്യം പറയുമ്പോൾ. ദൂതൻ വന്ന് നിന്നതും ഗബ്രിയേൽ വന്ന് സംസാരിച്ചതും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മക്കളുമാർ അറിയണം, ആ അത്യുന്നതന്റെ ശക്തി മറിയുടെ മേൽ നിഴലിട്ട് കഴിഞ്ഞപ്പോൾ, മോളെ അറിയാമോ, മറിയ പിന്നീട് ഒറ്റപ്പെടലിന്റെ ഒരു സമയത്തിലേക്ക്, ആളുകൾ വിരൽ ചൂണ്ടുന്ന കളിയാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. ഈ ദിനങ്ങളിലും ആരൊക്കെയോ ഐസൊലേഷനിലുണ്ട്. യെസ്, കേൾക്കണേ. തുടർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറിയ ബന്ധപ്പെട്ടു. എവിടെ ചെന്നെന്നറിയാമോ? ദൂരെ മലനാട്ടിൽ. ആ ഗ്രാമത്തിൽ നിന്ന് താൻ മാറി നിന്നു 3 മാസത്തോളം. നമുക്ക് വ്യക്തമായ കാരണം അറിയില്ലെങ്കിലും പക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഒരു പക്ഷേ ഒത്തിരി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടും കൂടെ ആയിരിക്കാം തന്റെ ചാർച്ചക്കാരിയുടെ അരികിൽ പോയത് കേട്ടോ. ഹല്ലേലൂയ. കാരണം പിന്നീട് യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പലപ്പോഴും ആളുകൾ വിരൽ ചൂണ്ടി, പലപ്പോഴും ചരിത്രം സൂചിപ്പിക്കുന്നതും
മറിയയെ ആ കന്യാ ജനനത്തോടുള്ള ബന്ധത്തിൽ, താൻ നേടിയ വാഗ്ദത്ത നിവൃത്തിയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലും കളിയാക്കലും അനുഭവിച്ചിട്ടുണ്ട്. ആ ചിത്രം നിങ്ങളിൽ എത്ര പേർ കാണുന്നുണ്ട്? അതെ, ചില സമയങ്ങളിൽ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്കും യേശു കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കും അതുപോലുള്ള കളിയാക്കലുകൾ നേരിടേണ്ടി വരാം. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്കറിയാമോ, മോളെ എഴുതിക്കോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയ ബന്ധപ്പെട്ട് മലനാട്ടിലേക്ക് പോയി. പിന്നീട് മറിയ അവിടെ ചെന്ന് എന്താ ചെയ്തെന്നറിയാമോ? 1-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, ഈ ഒറ്റപ്പെടലിലും ഈ പ്രതിസന്ധിയിലും തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ ചെന്ന് കാണുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സമയം താൻ നിരാശയുടെ വാക്കുകളല്ല പറയുന്നത്, മറിച്ച് വർഷിപ്പ് ചെയ്യുകയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വർഷിപ്പ് സോങ് പാടിയത് ആരാന്നറിയാമോ? മറിയ. യെസ്, മറിയ പാടിയ പാട്ട് കേൾക്കണോ മക്കളുമാർക്ക്? എന്റെ ഉള്ള കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. യെസ്, നമുക്ക് ഈണം ഇടാം. മറിയ പാടിയ ഈണം നമുക്ക് അറിയത്തില്ല, പക്ഷെ വരികൾ അവിടെ ഉണ്ട്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്ന എന്റെ ദൈവം, താണവരെ ഉയർത്തുന്ന എന്റെ ദൈവം. മോളെ, നിന്നെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഈ ദിവസങ്ങളിൽ നീ ഒന്നും അല്ലെന്ന് തോന്നും. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി എസ്തേറിനെ പോലെ, മറിയെ പോലെ ചിലരെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര യൗവനക്കാർ എന്നോട് ചേർന്നത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അത് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കരങ്ങളൊന്ന് തട്ടി. യെസ്, ഈ പ്രതിസന്ധിയുടെ നടുവിലും നിരാശയുടെ വാക്കല്ല, മറിയ പാടിയതുപോലെ ആരാധനയുടെ വാക്കുകൾ ഉയരട്ടെ. ഹല്ലേലൂയ. എനിക്കേറെ സന്തോഷമുണ്ട്. ഈ ദിനങ്ങളിൽ ഒത്തിരി മക്കളുമാരെ സ്വർഗം സംഗീത ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവിൽ ഇഷ്ടപ്പെടുന്ന പോസ് സാൻഡിയെ പോലെ അല്ലെങ്കിൽ മറ്റു പലരെയും പോലെയൊക്കെ വരുന്ന നാളുകളിൽ നിങ്ങളും ശക്തമായി പ്രയോജനപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അതിനകത്ത് അസൂയ ഒന്നുമില്ല, ആരും കോമ്പറ്റീഷൻ ഒന്നുമില്ല. നമ്മളെല്ലാവരും കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാനുള്ളവരാണ്. ഹല്ലേലൂയ. പക്ഷെ മറക്കല്ല, എല്ലാവരും പാട്ടുകാരല്ല. ചിലർക്ക് വചനം തരും, ചിലർക്ക് എഴുത്ത് തരും, ചിലർക്ക് വര തരും. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള താലന്തുകളെല്ലാം ഈ ഒറ്റപ്പെടലിന്റെ സമയത്താണ് ഇതൊക്കെ പുറത്തു വരേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. എത്ര കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. യെസ്, മറിയ പാട്ടുപാടി, ഇൻഫാക്ട് പാട്ട് എഴുതി. അതൊരു പുതിയ പാട്ടല്ലേ? ആത്മാവിൽ നിറഞ്ഞ് പാടുകയാ. ഹല്ലേലൂയ. ആ വർഷിപ്പ് സോങ് പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ എഴുതപ്പെട്ടപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, പുതിയ നിയമം ആരാധനയോടെ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആദ്യത്തെ വർഷിപ്പ് സോങ് ഏതാണെന്നറിയാമോ മക്കളുമാർക്ക്? ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ മക്കൾ പാടിയ പാട്ടാ. വചനത്തിലെ തന്നെ ആദ്യത്തെ പാട്ടായിട്ട്, ഒരുപക്ഷെ വർഷിപ്പ് സോങ് ആയിട്ട്. മറ്റു പല പാട്ടുകളും പലയിടത്തും ഉണ്ടാകും, പക്ഷെ സ്തുതിയുടെ ഗീതം ഉയർന്നു. അവിടെയും മുമ്പിൽ നിന്ന് ആരാന്നറിയാമോ? ഒരു സഹോദരിയാ, മിരിയ. യെസ്, ഹല്ലേലൂയ. ഇവിടെ പുതിയ നിയമത്തിൽ ആരാ പാടുന്നത്? ഒരു മറിയ. യെസ്, എനിക്ക് ഉറപ്പാ ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് അതിലൂടെ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില മാതാപിതാക്കളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിമിതമായ സാഹചര്യത്തിലും, ഒരുപക്ഷെ നല്ലൊരു മേൽക്കൂര പോലും നിങ്ങളുടെ വീടിന് ഉണ്ടാകണമെന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരുപക്ഷെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിലായിരിക്കാം ഇന്ന് ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ച് ദൈവശബ്ദം കേൾക്കുന്നത്. പക്ഷെ മോളെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാനും ജനിച്ചു വളർന്നത് പാഴ്സനേജിലാണ് കേട്ടോ. ദേവദാസനെ എന്റെ പപ്പായ ഒരു ശുശ്രൂഷകനായിരുന്നു. ഏകദേശം 48-49 വർഷം ദൈവരാജ്യ മഹത്വത്തിനായി താൻ ശുശ്രൂഷയിലായിരുന്നു. പക്ഷെ പിൻതലമുറ വന്നപ്പോൾ സ്വർഗം ഞങ്ങളിൽ അത് നീതിക്കായി കണക്കിട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ അമ്മമാരും അത് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ. അവരുടെ പഠനം ഒരു വശത്ത് നന്നായി നടക്കട്ടെ, മറിച്ച് അതോടൊപ്പം അവരെ ആത്മീയമായും കൂടെ നിങ്ങൾ അവരെ നിറയ്ക്കണം. ഈ ദിനങ്ങളിൽ പാസ്റ്ററങ്ങളിന് നിങ്ങളെ വന്ന് കാണാൻ പരിമിതികൾ കാണും, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ അപ്പായും അമ്മായും ആ വീട്ടിന്റെ പാസ്റ്ററാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണേ. ഹല്ലേലൂയ. ആ ആത്മീക നേതാവാണ് അപ്പായും അമ്മായും. നിങ്ങൾ ആരാധന നയിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ ആ വീട്ടിലെ ഇടയൻ കൂടെയാണ്. സാധാരണ രക്ഷകർത്താവായി മാത്രം ഒതുങ്ങല്ലേ. വചനം അറിയുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ ഇരിക്കണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ അത്ഭുതകരമായി ചില കുഞ്ഞുങ്ങളെ കർത്താവ് പുറത്തെടുക്കട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഞാൻ സമയം വളരെ വേഗം മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കർത്താവ് തന്ന ഒരു അനുഭവത്തിന്റെ പാട്ടുകൂടെ ഒന്ന് പാടാം. ഒരു പക്ഷെ നിങ്ങൾ പരിചിതമായ വരികളായിരിക്കാം. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. മക്കളുമാർക്ക് അറിയണോ, അച്ചാച്ചന്റെ ദൈവം ആ പാട്ട് തന്നത് കട്ടിലെ കിടന്ന് സുഖകരമായി ഇരിക്കുമ്പോഴല്ല, മറിച്ച് മൂന്ന് ദിനങ്ങളോളം വേദനപ്പെട്ടൊരു സമയമുണ്ട്. ഉറങ്ങാൻ പറ്റാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിഷമിച്ചൊരു സമയം. ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥമായി ആഗ്രഹിച്ചു, ദൈവമേ എനിക്കൊരു സൗഖ്യത്തിന്റെ സ്പർശനം ആവശ്യമാണല്ലോ. എന്റെ കൂടെ വീട്ടുകാരില്ല, കൂട്ടുകാരില്ല. ഞാൻ എന്റെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ അന്ന് ദൂരദേശത്താണ്. അന്ന് ആ മുറിയിൽ എന്റെ ഹൃദയത്തെ തൊടുന്നവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എന്റെ മുറിവിൽ തലോടുന്നവന്റെ കര ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ വൈകുന്നേര സമയം നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മരുഭൂമി ആയാലും പ്രളയക്കെടുതി ആയാലും ജീവിതത്തിന്റെ ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും സ്നേഹക്കൊടിയിൽ മറയ്ക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. മക്കളുമാർക്ക് ഈ രാത്രിയിൽ പറയുന്ന വാക്കുകൾ ഒന്ന് സ്വീകരിക്കാമോ? നിങ്ങളോടാണ് ഇന്ന് രാത്രി സ്വർഗം സംസാരിക്കുന്നതെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? യെസ്. അങ്ങനെ ഒരു സ്പർശനം ജീവിതത്തിൽ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ യേശു എന്റെ ഹൃദയത്തെ തൊട്ടവനാണ്. പിന്നീട് അത് ആരാധനയായി മാറി. വേദന ഒരു വശത്ത് കർത്താവ് അത് ജയിക്കുവാനുള്ള കൃപ തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, 10,000-ൽ അതിശ്രേഷ്ഠരാണ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ള നാഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനെ മോളെ, അങ്ങനെ ഒന്ന് വർഷിപ്പ് ചെയ്യാമോ? ഈ ദിനങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ യേശുവിനെ ഒന്ന് നോക്കിക്കേ. വാർത്ത അധികം ശ്രദ്ധിച്ചാൽ ആരാധിക്കാൻ പറ്റത്തില്ല കേട്ടോ, പക്ഷെ യേശുവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാത്രം നോക്കിയിരുന്നാൽ പ്രാർത്ഥന ക്ഷീണിച്ചു പോകും. മാതാവേ, പിതാവേ, ഈ ദിനങ്ങളിൽ കർത്താവിനെ നോക്കിക്ക്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് ഉത്തമമായി, ആരാധന ഉത്തമമായി. അതാ പാട്ടിന്റെ പശ്ചാത്തലം. എനിക്കൊരു ഉത്തമ ഗീതം. ഇന്നും ഈ അനുഗ്രഹീത സമയം അങ്ങനെ അനുഭവമുള്ള ദൈവമക്കളോട് ചേർന്ന് ഈ വരികൾ പാടുവാൻ എനിക്ക് സന്തോഷമുണ്ട്. മക്കളുമാരും വരികൾ പരിചിതമാണെങ്കിൽ മനസ്സെല്ലാം തുറന്നു. യെസ്, feel free to worship and join me and sing. Feel free to worship with me. എന്നോട് ചേർന്ന് വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ കണ്ണുകളൊക്കെ ഒന്ന് മൂടി, നിങ്ങളുടെ മുമ്പിലുള്ള ഫോണൊക്കെ ഒന്ന് മറന്ന് എന്നോട് ചേർന്ന് പാടിക്കും. ഹല്ലേലൂയ. മരുഭൂമി അധപ്രാണന ഒരു കണ്ണും കാണാൻ വിതുമ്പിയപ്പോ സ്നേഹക്കോടി എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. പാടിക്കും മക്കളെ. മരുഭൂമി യെസ് അർദ്ധപ്രാണന ഒരു കണ്ണും കാണാൻ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടി യെസ് എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തോടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല. ഹല്ലേലൂയ. 10,000-ൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ
സുന്ദരനേഷ് ഉത്തമമായി ആരാധിച്ച് എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനും വേറെ ആർക്കല്ല എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദുലം. യെസ് ലോർഡ്, ഈ ശുശ്രൂഷയിൽ നമ്മുടെ ധൈര്യം വർദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, ഹല്ലേലൂയ, സ്വർഗത്തിലാണ്. സ്വർഗഭവനം ഒരുക്കി വേഗം നമ്മെ ചേർക്കുവാൻ വരുന്ന യേശു കർത്താവിന്റെ സ്നേഹം ഓർത്ത് എല്ലാ കൂട്ടുകാരും കരമൊന്നുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. നാളുകൾ ഇനി ഏറെ ഇല്ല. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെല്ലാം അത് നമ്മളെ ഓർപ്പിക്കുകയാണ്. മക്കളെ, നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകാതെ ഒരുങ്ങാം, ആരാധനയോടെ ഒരുങ്ങാം. ഹല്ലേലൂയ, പ്രത്യാശയോടെ ഈ വരികൾ പാടിക്കും. സ്വർഗഭവനം ഒരുക്കിയതി വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്ന സ്നേഹമെൻ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതി വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാടിനാ കാത്തിരുന്ന സ്നേഹമെന്നെ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ എന്റെ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. പറഞ്ഞേ, ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. Hallelujah. Yes, Lord. നമുക്ക് കരമൊന്ന് ഉയർത്തിയ നല്ല കർത്താവിനെ ആരാധിക്കാം. അതിശ്രേഷ്ഠനായവനെ ഒന്ന് വർഷിപ്പ് ചെയ്ത മക്കളെ, കര ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊക്കെ മൂടിക്ക്. Forget about the situation. നിങ്ങളുടെ പരിസരമൊക്കെ ഒന്ന് മറന്നേ. Lord, we focus upon you. We worship you, Jesus. You alone are worthy to be praised. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എന്റെ സാഹചര്യം ഈ ആരാധന കവരുകയില്ല. ഒരു വേദനയും എന്റെ ആരാധന കവരുകയില്ല. ഒരു പ്രതിസന്ധിയിലും എന്റെ പ്രാർത്ഥന കവരുകയില്ല. മാതാവും കൂടെ പറഞ്ഞ്, പിതാവും കൂടെ പറഞ്ഞ്, എന്റെ ഭവനത്തിലെ ആരാധന കെട്ടുപോകത്തില്ല. Yes, 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 yes. The Spirit of the Lord is picking up some true worshippers. ആത്മാവിൽ ചില ആരാധിക്കുന്ന മക്കളുമാരെ എഴുന്നേൽപ്പിക്കുന്നു. യെസ്, യെസ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. നിങ്ങളിൽ ചിലർ അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണ്. ഈ ദിവസങ്ങളിൽ തണുത്തിരിക്കാതെ അധരങ്ങളെല്ലാം ഒന്ന് തുറന്നേ അല്പസമയം. വടക്കൻ കേരളത്തിൽ ഒരു ഉണർവ് നടക്കട്ടെ. കർത്താവിന്റെ വരവിന് മുമ്പായി ഒരു കൂട്ടം യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായ അനുഭവമാണ് പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിക്കാൻ കഴിയുക എന്നുള്ളത്. എനിക്കുറപ്പാണ് കഴിഞ്ഞ 1.5 മണിക്കൂറിൽ ദൈവത്തിന്റെ ആത്മാവ് ആ ഒരു ടോപ്പിക്ക് തന്നെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. മോനെ, you should be a worshipper in every season of your life. ഇനി ചിലപ്പോ വാതിലൊക്കെ തുറക്കുമ്പോൾ പഠിക്കാൻ ദൂരെ പോയെന്ന് വരും. പക്ഷെ എവിടെ ആയാലും നിങ്ങൾ സത്യത്തിന് ആത്മാവിൽ ആരാധിക്കണം. യേശു കർത്താവിനെ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടണം. മറ്റെന്തിനേക്കാളും വേറെ ആർക്കും ആ ഇഷ്ടം കവർന്നുകൊണ്ട് പോകാൻ പറ്റില്ല മോളെ. യേശുവിനെ അങ്ങനെ പ്രിയപ്പെടുന്ന ഒരു കൂട്ടം യൗവനക്കാരെ
കുഞ്ഞുങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ യേശു കർത്താവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. കർത്താവിനോട് പറയണം, യെസ് കർത്താവെ, ഏത് സാഹചര്യത്തിലും ആരാധിക്കാൻ ഞാനുണ്ട്. അങ്ങ് എനിക്ക് തന്ന ഈ ചെറിയ ആയുസ്സിൽ ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര കൂട്ടുകാർ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യെസ്, നിങ്ങൾ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ വചനത്തിൽ പറയുന്നത് പോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് പൊതുവായി ഏറ്റുപറയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ സാക്ഷ്യമായി കർത്താവിന്റെ സ്നേഹം ഞാനിപ്പോൾ അനുഭവിക്കുന്നുവെന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അത് പ്രൊക്ലെയിം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിൽ അത് ഉറക്കെ വിളിച്ചു പറയുവാൻ, ലജ്ജിക്കാതെ പറയുവാൻ, അപ്പായും അമ്മയും കേട്ടാൽ ഒന്നും പ്രയാസപ്പെടണ്ട കേട്ടോ. ധൈര്യമായി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വൈകുന്നേര സമയം ചില കുഞ്ഞുങ്ങൾ തീരുമാനങ്ങൾ എടുക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകളെ മൂടിക്കുക. ഐ ആം ഗോയിങ് ടു പ്രേ ഫോർ യു. ഫാദർ ലോർഡ്, ഐ പ്രേ ആൻഡ് ബ്ലെസ് എവറി ചിൽഡ്രൻ ആൻഡ് എവറി യങ്സ്റ്റേഴ്സ് in the midst of this crisis. We have a difficult climate over here. കർത്താവ്, ഇതിന്റെ എല്ലാം നടുവിൽ ഈ കുഞ്ഞുങ്ങൾ സമയം വേർതിരിച്ച് വളരെ പണിപ്പെട്ട് ബന്ധപ്പെട്ട് ഈ ശബ്ദം കേട്ടല്ലോ കർത്താവെ, അവരോട് കർത്താവെ അങ്ങയുടെ കരുണ ഉണ്ടാക്കണമേ. അവരിൽ ചിലർ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചില തീരുമാനങ്ങളോടെ പ്രാർത്ഥിക്കുന്നതായി സ്വർഗം കണ്ട് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. യെസ് ലോർഡ്, കർത്താവെ അവരുടെ ഡിസിഷൻസിനെ ഓണർ ചെയ്യണമേ. അങ്ങ് അവരെ ആക്കുന്ന ഇടത്ത് ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി നിൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി നിൽക്കട്ടെ. ഈ യങ്സ്റ്റേഴ്സ് ആത്മാവിൽ എരിവോടെ നിൽക്കട്ടെ. ഒരുപക്ഷെ അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യമൊക്കെ ചെയ്തെടുക്കുവാൻ, അനേകർക്ക് കരുണയുടെ കരം നീട്ടുവാൻ, സ്നേഹത്തിന്റെ കരം നീട്ടുവാൻ, ഇവരിലൂടെ ജനം ദൈവസ്നേഹം തിരിച്ചറിയട്ടെ. ഇവരിലൂടെ യേശുവിനെ അവർ അനുഭവിക്കട്ടെ, ദേശം അറിയട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളുമാരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരിൽ പലരും ജീവിത സാഹചര്യത്തിൽ പരിമിതിയുള്ളവരാണ്, പഠനത്തിൽ പരിമിതിയുള്ളവരാണ്. യേശുവെ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ അപ്പായുടെ അമ്മയുടെ സാഹചര്യമല്ല, സ്വർഗീയ പിതാവിന്റെ സാഹചര്യമായി സ്വർഗീയ പിതാവിന്റെ കരുതലും പ്രൊവിഷനും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവരെ അബണ്ടന്റായി ബ്ലസ് ചെയ്യണേ കർത്താവ്. ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെല്ലാം ദൈവിക താലന്തുകൾ ശോഭിക്കട്ടെ. ഞാൻ മനസ്സ് തുറന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ യൗവനക്കാരെയും അനുഗ്രഹിക്കും. യെസ് കർത്താവേ, പ്രിയ ചർച്ചിനെ ബ്ലസ് ചെയ്യും, ശുശ്രൂഷകരെ ബ്ലസ് ചെയ്യുന്നു. ഇതിന് മുൻകൈ എടുക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്ത എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. അവർ കൊടുത്ത നല്ല ഹൃദയത്തിനായി നന്ദി കർത്താവേ. കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും കൊടുത്ത സ്വാതന്ത്ര്യത്തിനായി നന്ദി കർത്താവേ. ഈ സെഷൻ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി തീരട്ടെ. ലെറ്റ് them be your worshippers in every season of their life. എല്ലാ കാലത്തിലും യെസ് കോംപ്രമൈസ് ചെയ്യാതെ. യെസ് യെസ് ലോർഡ്. കർത്താവേ, ധൈര്യമായി ഉറപ്പോടെ നിൽക്കുന്നു ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ എഴുന്നേൽക്കട്ടെ. അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. തന്ന നല്ല സമയത്തിനായി നന്ദി യേശുനാമം. താങ്ക് യു പാസ്റ്റർ. പ്ലീസ് കണ്ടിന്യൂ. തുറന്നുള്ള ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്താട്ടെ. താങ്ക് യു സോ മച്ച്. കർത്താവ് നമുക്ക് ഇത്രയും ക്ലൈമറ്റും നെറ്റ്വർക്കും ഒക്കെ തന്നതിന് പ്രത്യേകം നന്ദി. കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ച് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട കുറച്ച് സമയങ്ങൾ, മണിക്കൂറുകൾ, 1.5 മണിക്കൂർ കഴിഞ്ഞ 1.5 മണിക്കൂർ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഈ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് കൈലോടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 1.5 മണിക്കൂർ നമ്മൾക്ക് ഒരു വേസ്റ്റ് അല്ല, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീർന്നു. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ 1.5 മണിക്കൂർ അനുഗ്രഹമായ രീതിയിൽ നല്ല പാട്ടുകളോടും അദ്ദേഹത്തിന്റെ സാക്ഷ്യവും എല്ലാ ദൈവവചനത്തിൽ നിന്നെല്ലാം നമ്മളോട് അനുഗ്രഹമായ രീതിയിൽ കഴിഞ്ഞ 1.5 മണിക്കൂർ നമ്മളോട് സംസാരിച്ചു. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതലായിട്ട് പ്രിയ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ എഴുതുവാനും ഇനിയും കൂടുതലായിട്ട് എഴുതുവാനും അനേക പാട്ടുകൾ ട്യൂൺ ചെയ്യാനും റിലീസ് ചെയ്യാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയിലും വിദേശത്തും എല്ലാം യാത്ര ചെയ്ത് ദൈവത്തിന്റെ നാമം അറിയിക്കുവാൻ കൂടുതലായി ദൈവം പ്രിയദാസനെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് നമ്മുടെ യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഈ കോവിഡിന്റെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച 20 ഞായറാഴ്ചയായി ആരാധനയോ
PYP സൺഡേ സ്കൂളോ ഒന്നും ഇല്ലാതെ വിഷമിച്ച് വീട്ടിലായിരിക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഒരു പുതുമ നൽകുന്ന കർത്താവ് എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് നൽകുന്ന ഒരു മീറ്റിംഗ് ആയി മാറിയതിനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടത്തുവാൻ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഒലീവ് ലൈഫ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫൗണ്ടറായിട്ടിരിക്കുന്ന സഞ്ജുറ്റി കുര്യൻ വെറുതെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേപോലെ രാജേഷ് സാറിനെ ഓർത്ത് സ്തുതിക്കുന്നു. അതിന്റെ ഫൗണ്ടറായിരിക്കുന്ന ജിബിൻ വർഗീസ്, ഇവരെല്ലാം നമുക്കൊരു ബാക്ക് സപ്പോർട്ടായിരുന്നു. ഇവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഈ പ്രോഗ്രാം പറഞ്ഞ സമയം ഏകദേശം അവസാനിച്ചു. നമുക്ക് ഈ പ്രോഗ്രാം ഇത്രത്തോളം അനുഗ്രഹമായി നടന്നു. ഇതിനെല്ലാം നന്ദി അർപ്പിക്കാനായിട്ട് നമ്മുടെ ചർച്ചിന്റെ PVPS സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ശലോമനെ ഞാൻ ക്ഷണിക്കുന്നു. ശലോമൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ചെറിയ വേളയിൽ, ഈ വൈകിയ വേളയിൽ അല്പസമയം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഓൺലൈനായി കൂടി വരുവാൻ കർത്താവായ ദൈവം നമ്മേവരെയും സഹായിച്ചു. പ്രത്യേക ലോകമെമ്പാടും കൊറോണ വൈറസ് ഡിസീസിനാൽ ഭാരപ്പെടുന്ന ഈ വേളയിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രത്യേക ഒലീവ് സൊല്യൂഷനോട് ചേർന്ന് നമുക്ക് അവൻ ആദ്യമായി തന്നെ ഇന്നത്തെ ഈ സൂം മീറ്റിങ്ങിന് പ്രത്യേക അധ്യക്ഷത വഹിക്കുകയും ഈ പ്രോഗ്രാമിന് ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്ത നമ്മുടെ ഫെബിച്ചേട്ടായിക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് ഈവനിങ് 2020 എന്ന ഈ പ്രോഗ്രാമിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുവാൻ കർത്താവിൽ പ്രിയപ്പെട്ട ദേവദാസൻ ബ്ലസൻ മേമന നമ്മളോട് കൂടെ ചേർന്നു. പ്രത്യേക അദ്ദേഹത്തെ ഇനിയും കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. IPC എബനേസർ ചർച്ചിന്റെ പേരിലുള്ള നന്ദിയെ ഇധരണിയിൽ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വചനവും ഗാനവും നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. അദ്ദേഹത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ചേറ്റപ്പാലം IPC എബനേസർ ചർച്ചിന്റെ സഭാ ശുശ്രൂഷകനും പുൽപ്പള്ളി ഏരിയ സെന്റർ പാസ്റ്ററുമായിരിക്കുന്ന നമ്മുടെ ആത്മീയ വഴികാട്ടിയുമായിരിക്കുന്ന പാസ്റ്റർ TV ജോയ് അവർക്കും ഈ ധരണിയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേളയിൽ നമ്മുടെ വയനാട് സെന്റർ ശുശ്രൂഷകനും IPC PYPA വയനാട് സോണലിന്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന പാസ്റ്റർ തോമസ് അവറുകൾ, അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനും പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ വയനാട് PYPA സോണലിന്റെ അമരക്കാരനും നമ്മുടെ സോണലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജോബിൻ കെ ജോൺ, അതുപോലെ തന്നെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സന്ദീപ് വിളമ്പുകണ്ടം എന്നിവർക്കും എന്റെയും PYPA ചട്ടപ്പാലത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ വൈകിയ വേളയിൽ എല്ലാവരുടെയും അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. ഏകദേശം 1.5 മണിക്കൂറിന്റെ മേളിൽ നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുവാൻ ദൈവം ഇടയാക്കി. അനേകർ ഈ മീറ്റിംഗിൽ കടന്നു വന്നു. പലർക്കും വീഡിയോ ഓൺ ചെയ്യാൻ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പലർക്കും വീഡിയോ ഓൺ ചെയ്യാൻ സാധിച്ചില്ല. കുഴപ്പമില്ല. എങ്കിലും ഇത്രത്തോളം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെയും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ദേവദാസന്മാർ, നമ്മുടെ ICPFന്റെ കോർഡിനേറ്റർ ബോബു ഡാനിയൽ സാർ, എല്ലാവരും നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നു. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇത് അനുഗ്രഹമായിരുന്നു. തുടർന്ന് നമ്മുടെ പറഞ്ഞിരിക്കുന്ന സമയം അവസാനിച്ച് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ PYPന്റെ സോണൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജോബിൻ കെ ജോൺ അവരെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഈ മീറ്റിംഗ് ആശീർവാദം പറയാനായി പാസ്റ്റർ PM ചാക്ക അവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പാസ്റ്റർ ജോബിൻ കെ ജോൺ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല ദിനത്തിന്റെ വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇപ്രകാരം അല്പസമയം അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടെ നാമത്തെ ഹല്ലേലൂയ ആരാധിപ്പാൻ, അങ്ങയുടെ നാമത്തിന് നന്ദി കരയേറ്റുവാൻ, അങ്ങയുടെ നാമത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നന്ദി കരയിച്ചു. കർത്താവേ, പ്രത്യേക കർത്താവേ, അങ്ങയുടെ അഭിഷേക ദാസൻ പ്രിയ
ഹല്ലേലൂയ. പ്രസംഗമനൊക്കെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തൃദാസനെ സന്ധ്യാ സമയത്ത് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയ പ്രചോദനത്തിന് ആത്മീയ ഉത്തേജനത്തിന് കാരണമായി തീരത്തക്ക നിലയിൽ അല്ലെങ്കിൽ ആത്മീയ വചനങ്ങളുടെ ദാസനിലൂടെ അനുഭവത്തിലൂടെ പാട്ടിലൂടെ ആരുടെ ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു പ്രോഗ്രാം കണക്ട് ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യുവാൻ പാലം ചർച്ചിന് PVPക്ക് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്ന പ്രിയ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അനേകർക്ക് അനുഗ്രഹമായി അനേക യുവതി യുവാക്കൾക്ക് ആത്മീയ ഹലയിലെ വളർച്ചയ്ക്ക് കാരണമായി പ്രിയപ്പെട്ടവരിലൂടെ പല ആത്മീയ മീറ്റിങ്ങുകൾ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഹലയിൽ ഈ വൈകി സമയത്ത് തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, യൗവനക്കാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരും തങ്ങളുടെ യൗവനക്കാലം തുച്ഛീകരിക്കാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവ ഹല്ലേലൂയ വേലയുള്ള ബന്ധത്തില് ഹല്ലേലൂയ ദൈവ ഹല്ലേലൂയ വചനത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കാൻ ഓരോ കുഞ്ഞുങ്ങളെ ഓരോ യൗവനക്കാരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് കേട്ട വചനം ആരും വൃഥാവാക്കി കളയാതെ ജീവിതത്തിന്റെ ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ യാത്രകളിലും അത് ഉരുവിട്ടുകൊണ്ട് അത് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേക ഞങ്ങളുടെ ഹല്ലേലൂയ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതിഷേധങ്ങളാലും ഹല്ലേലൂയ മഹാമാരിയാലും അനർത്ഥ അപകടങ്ങളാലും വളരെയധികം പേടിയോടെ ജനമായിരിക്കുമ്പോൾ അങ്ങയുടെ ജനത്തെ അങ്ങ് കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങളിൽ നിങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ. അങ്ങയുടെ വചനം പറയുന്ന പോലെ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റി പറഞ്ഞ് ദേശത്തിന് സൗഖ്യം വരുന്ന അല്ലെങ്കിൽ വലിയ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇങ്ങനെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിന് ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിന്മേലും പ്രത്യേകിച്ച് ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയും സംഗീതവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ട എല്ലാവരോടും കൂടെ അവിടുത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ ബ്ലസ്സൻ മേമന ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ കാണുവാനും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാനും കർത്താവ് ഇടയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രത്യേകിച്ച് സഭയുടെയും ഈ സോണലിൻ്റെയും വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെയും മലബാറിൻ്റെയും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം വരുന്ന ആളുകളിൽ അനേക യൗവനക്കാർക്കും അതുപോലെ അനേക ജാതികളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാളെ ICPF-ന്റെ ബോബു സാർ ഒരു മിനിറ്റ്, നാളത്തെ ICPF-ന്റെ ആ മീറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ നമുക്ക് എന്ത് ചെയ്തിടാം ഒറ്റ വാക്കിൽ. പ്രൈസ് ലോർഡ്. നാളെ 5 മുതൽ 6:30 വരെയുള്ള സമയത്ത് ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പ് വയനാട് ഡിസ്ട്രിക്റ്റിന്റെ ഒരു വിദ്യാർത്ഥി സമ്മേളനം സൂമിൽ നടക്കുന്നു. ലിങ്ക് അയച്ചു തരുന്നതാണ്. ഡോക്ടർ സിനി ജോയ്സ് മാത്യു മലബാർ ഡയറക്ടർ, ക്യാമ്പ് സെന്റർ പ്രോജക്ടിന്റെ ഡയറക്ടർ, ഗവർണിംഗ് കൗൺസിൽ മെമ്പർ സംസാരിക്കുന്നു. ഏവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഓൺലൈനിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിന്റെ സെൻട്രൽ പാസ്റ്റർ തോമസ് അവറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു നെറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ലെഫ്റ്റായി പോയി. എങ്കിലും കർത്താവിന്റെ ദാസന്മാരുടെ തോമസ് ജേക്കബ് അതുപോലെ മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഫെബിൻ എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരുന്ന് ഓൺലൈൻ ഇങ്ങനെ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെ എല്ലാം ഇരുന്ന് നമുക്ക് ദൈവത്തെ ഇങ്ങനെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് പറ്റി. ഇതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവസരം ഉണ്ടാക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ബൈ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.